അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തന്റെ പ്രജകളുടെ ക്ഷേമത്തിനും അവരുടെ രക്ഷയ്ക്കായി പോരാടിയ ഭരണാധികാരിയായിരുന്നു ഇറാഖിന്റെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ. ഇറാഖികളുടെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഓരോ ബലിപെരുന്നാൾ ദിനത്തിലും സദ്ദാം ഹുസൈൻ സ്മരിക്കപ്പെടുന്നു. അമേരിക്ക പോലുള്ള വൻശക്തികളുടെ മുന്നിൽ വിരൽ ചൂണ്ടി ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിവുള്ള ഭരണാധികാരികൾ വളരെ വിരളമാണ്. വിശുദ്ധ ഖുർആനിനെ മാറോട് ചേർത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തെ ഓർക്കുമ്പോൾ മുസ്ലിം ലോകത്തിന്റെ അമേരിക്കയോടുള്ള ദേഷ്യം വർദ്ധിക്കുകയാണ്. ഓരോ ബലിപെരുന്നാളും വിശ്വാസികൾ ആഘോഷിക്കുമ്പോൾ ഒരു വേദന അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതെ, ലോകം കണ്ട ധീരനായകൻ സദ്ദാം ഹുസൈൻ. ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈന്റെ ഓരോ നിലപാടും അമേരിക്കയെ മുട്ടുകുത്തിക്കുന്നതായിരുന്നു. അമേരിക്കയുടെ അധിനിവേശങ്ങൾക്കെതിരെ നെഞ്ചുവിരിച്ചു നിന്ന ധീരനായകനായിരുന്നു അദ്ദേഹം. എന്നാൽ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ അമേരിക്ക ആ ധീരനായകന്റെ കഴുത്തിൽ കയർ മുറുക്കി. ലോകശക്തികളെ വിറപ്പിച്ച ഈ നായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് ലോകത്തിന് താങ്ങാനാവാത്ത ഒരു നഷ്ടമായിരുന്നു. അമേരിക്കയുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ സദ്ദാം ഹുസൈൻ എപ്പോഴും അടിപതറാതെ നിന്നു. അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുകയും എപ്പോഴും ഖുർആനിനെ നെഞ്ചോട് ചേർത്തു വയ്ക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഒരു വലിയ വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ വാക്കുകൾ ഇപ്പോൾ ലോകത്ത് ചർച്ചാവിഷയമാണ്. സദ്ദാമിനെ അട്ടിമറിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഐസിസിന്റെ സൃഷ്ടിയിൽ തന്റെയും ജോർജ് ബുഷിന്റെയും പങ്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. ഇസ്ലാമിനെതിരെ നടക്കുന്ന ഇത്തരം കുപ്രചാരണങ്ങളെല്ലാം ഇതുപോലെയാണ്. സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിന്റെ പേര് ദുരുപയോഗം ചെയ്ത് സൃഷ്ടിക്കുന്ന ഭീകരതയാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിന് ഇസ്ലാമുമായോ മുസ്ലിങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. കള്ളവും വ്യാജ ആരോപണങ്ങളും കൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമായ ഇസ്ലാമിനെ തകർക്കാൻ യഥാർത്ഥ തീവ്രവാദികൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിനെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരിക്കലും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആവോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.